കോൺഗ്രസിനെതിരെ വ്യാജ വോട്ടുകൾക്ക് തെളിവുകൾ നിരത്തി ബി.ജെ.പി. AICC മുൻ അധ്യക്ഷ സോണിയ പൗരത്വം നേടുന്നതിന് മുൻപേ വോട്ടർ പട്ടികയിൽ ഇടം നേടി. 1983 പൗരത്വം ലഭിച്ച സോണിയ 1980 മുതൽ വോട്ടർ പട്ടികയിലുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ ബി.ജെ.പി. പുറത്തുവിട്ടു. പ്രിയങ്ക വാധ്ര മത്സരിച്ച വയനാട്ടിലും വ്യാജ വോട്ട് നടന്നു. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായും അനുരാഗ് ഠാക്കൂർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഈ വ്യാജ വോട്ടർ പട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടിക ക്രമക്കേട് കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർക്ക് നൽകാൻ യാതൊരു തെളിവുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് ഉന്നയിച്ച രാഹുൽ ഗാന്ധി സ്വയം പരിഹാസ്യനാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് തൊട്ടുപുറകെ കോൺഗ്രസ് ഏതു രീതിയിലാണ് വ്യാജ വോട്ടുകൾ നേടിയിരുന്നത് എന്നുള്ളത് തെളിവുകൾ സഹിതം നിരത്തുകയാണോ ബി.ജെ.പി.? രോഹിണി, കോൺഗ്രസ് ഇത്രയും ദിവസങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല എന്നുള്ള ഒരു നരേഷൻ രാജ്യത്ത് വരുത്തി തീർക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. എന്നാൽ ബി.ജെ.പി. അതിൻ്റെ മുനയൊടിക്കുകയാണ്. കൃത്യമായ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രം മുഴുവൻ കോൺഗ്രസിനാണ് എന്നുള്ളത് ബി.ജെ.പി. വ്യക്തമാക്കുന്നു. മാത്രമല്ല, വയനാട്ടിലും റായ്ബറേലിയിലും അടക്കം വ്യാജ വോട്ടുകൾ ചേർത്താണ് കോൺഗ്രസ് വിജയിച്ചത്. കോൺഗ്രസിൻ്റെ നേതാക്കളായ രാഹുലും പ്രിയങ്കയും വ്യാജ വോട്ടുകളിലൂടെയാണ് പാർലമെന്റിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നത്. ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വയനാട്ടിൽ 93,499 വോട്ടർമാർ വ്യാജമാണെന്നാണ്. അതിൽ 20,438 ഇരട്ട വോട്ടുകൾ ഉൾപ്പെടുന്നു. 17,450 പേരുടെ മേൽവിലാസം വ്യാജമാണ്. ഒരേ വിലാസത്തിൽ തന്നെ 4,246 വോട്ടുകളുണ്ട്. കൂടാതെ 51,365 പേരെ കൂട്ടമായാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 99, 101, 102 വയസ്സുള്ളവരെ കന്നി വോട്ടർമാരായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ വയനാട്ടിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളുടെ നേർ ഉദാഹരണമാണ്. മാത്രമല്ല, കോൺഗ്രസ് തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന റായ്ബറേലിയിലും വോട്ടർ പട്ടികയിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത്. 2,89,000 വോട്ടുകളാണ് ഇത്തരത്തിൽ വ്യാജമെന്ന് ബി.ജെ.പി. ആരോപിക്കുന്നത്. 19,512 ഇരട്ട വോട്ടുകൾ അവിടെ റായ്ബറേലിയിൽ കണ്ടെത്തി. 71,977 വോട്ടർമാർ വ്യാജ മേൽവിലാസക്കാരാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഒരേ മേൽവിലാസത്തിൽ 15,853 വോട്ടുകൾ ചേർത്തതായി വ്യക്തമാകുന്നു. 92,747 വോട്ടുകൾ ഒരുമിച്ചാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 52,000-ലധികം വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് റായ്ബറേലിയിൽ വോട്ടർ പട്ടികയിൽ വ്യാജ മേൽവിലാസങ്ങൾ സൃഷ്ടിച്ച് വോട്ടർ പട്ടികയിൽ ഇടം നേടി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, അഖിലേഷ് യാദവ് മത്സരിച്ച കനൌജിയിൽ 2,91,798 വോട്ടുകൾ വ്യാജമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഡിംപിൾ യാദവ് മത്സരിച്ച മെയിൻപൂരിയിൽ 2,55,914 വോട്ടുകൾ വ്യാജമെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെ മണ്ഡലമായ കൊളത്തൂരിൽ 19,476 വോട്ടുകൾ ഇത്തരത്തിൽ വ്യാജമെന്ന് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ബി.ജെ.പി. അല്ല വ്യാജമായി വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് കോൺഗ്രസ് ആണ് എന്നുള്ളത് തെളിവുകൾ സഹിതം ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചതിൻ്റെ ചരിത്രമാണ്. ഇത്തരം ചരിത്രങ്ങൾ പൂർണ്ണമായും അത് കോൺഗ്രസിനുള്ളതാണ്. കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചതത്രയും. അത് രാജ്യത്ത് നടന്ന ആദ്യ വോട്ടെടുപ്പിൽ 52 നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 52 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയും അതേപോലെ തന്നെ ദളിത് നേതാവുമായിട്ടുള്ള B.R. അംബേദ്കറെ പരാജയപ്പെടുത്താൻ CPI-യുമായി ചേർന്ന് ക്രമക്കേടുകൾ നടത്തിയെന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. അന്ന് 74,333 വോട്ടുകളാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞത്. അതിൽ 14,561 വോട്ടുകൾ മാത്രം മതിയായിരുന്നു അംബേദ്കർക്ക് വിജയിക്കാനായത്. അതായത് തള്ളിക്കളഞ്ഞ 74,333 വോട്ടുകൾ അതിൽ ഭൂരിഭാഗവും അംബേദ്കറിന് വരേണ്ടതായിരുന്നു. അംബേദ്കർ വിജയിക്കേണ്ട അവസരം
തള്ളിക്കളഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് നടത്തിയ നീക്കമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല ബി ജെ പി ജയിക്കുന്നിടത്ത് EVM-നെ കുറ്റം പറയുകയും കോൺഗ്രസ് ജയിക്കുമ്പോൾ അത് EVM-ന് പ്രശ്നമില്ല അല്ലെങ്കിൽ വോട്ടർമാർക്ക് പ്രശ്നമില്ല എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് കോൺഗ്രസിന്റെ തോൽവിയിൽ ഉടലെടുത്തതാണ് എന്നുള്ളതാണ് പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.